ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം പലതുകൊണ്ടും ബന്ധിക്കപ്പെട്ടതാണ്. അഥവാ വിശ്വാസം, അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതോടൊപ്പം അവന് അല്ലാഹു നൽകപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ത്യാഗം ചെയ്യൽ, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് ഒരു ചങ്ങല പോലെ. അതിൽ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടാൽ സ്വാഭാവികമായും ആ ചങ്ങല മുറിഞ്ഞു പോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയെ, സത്യവിശ്വാസിയായ ഒരാൾ ആഗ്രഹിക്കുന്ന മരണത്തിന് ശേഷമുള്ള രക്ഷ, സ്വർഗപ്രവേശനം, അത് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ മേഖലകളിലേക്കും ശക്തമായ നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നത്. അത് എവിടെയെങ്കിലും ഒന്ന് അയാൾക്ക് തെറ്റിപ്പോയാൽ ബാക്കിയെല്ലാം തെറ്റിപ്പോയി. ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റിയാല് ബാക്കിയെല്ലാം തെറ്റിപ്പോയി. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ കുട്ടികൾ ചെറുപ്പത്തിൽ പന്തെറിഞ്ഞിട്ട് കളിക്കുമല്ലോ, ഈ കട്ടങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ അത്തരമൊരു കളിയിൽ ഏതെങ്കിലും അടിയിലെ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നടുവിലെ ഏതെങ്കിലും ഒന്ന്, ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒന്ന് ഒരു കട്ട അടർന്ന് വീണാൽ ബാക്കിയെല്ലാം പൊഴിഞ്ഞ് താഴോട്ട് വീട്ടും. ഇതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കാലഘട്ടം, 23 കൊല്ലത്തെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട്, പിന്നീട് മദീനയിൽ നിന്ന് മക്ക ഫതഹിന്റെ സമയത്ത് തിരിച്ചു വരുന്നത് വരെയുള്ള കാലം, ആ കാലത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഒരാൾ വിശ്വാസിയായാലും അയാൾ എന്ത് ചെയ്യണം? മദീനയിലേക്ക് തിരിച്ചു വരൽ നിർബന്ധമാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു. മദീനയിലേക്ക് തിരിച്ചു വരണം. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞത്? ഒരാൾ വിശ്വാസിയായി, അങ്ങനെ ഞാൻ വിശ്വാസിയാണ് എന്ന് കേവലം പറഞ്ഞ് ഒരു പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കലല്ല സത്യത്തിൽ എന്ത് ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നും ശരിയാകണം, കൃത്യമായ രൂപത്തിൽ ശരിയാവണം. ഇവിടെ ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങി, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, നിസ്കാരം പഠിച്ചു, നോമ്പ് പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ അയാൾ ആ നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ അയാളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ മാറേണ്ട പലതും മാറുന്നില്ല. അത് ഇയാൾ മുസ്ലിം ആണിന് മുമ്പുള്ള അതേമാതിരി തന്നെ വിചാരിക്കാം. അവിടെയാണ് പ്രശ്നം വരിക. അപ്പൊ അങ്ങനെ അയാൾക്ക് മാറാൻ കഴിയുന്നില്ല എങ്കിൽ ഇയാൾ ഈ പറഞ്ഞതും ചൊല്ലിയതൊക്കെ വെറുതെ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ഭാഗം നിൽക്കുന്നത്. അപ്പൊ മക്കത്തെ മുശ്രിക്കീങ്ങളെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ ഉഷാറാണ്. നമ്മൾ നോക്കാൻ പോണ ആയത്ത്, ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ ഉഷാറാണ്. ഞങ്ങള് മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്ന ആൾക്കാരാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കാബന്റെ ചുറ്റുള്ള പള്ളിയാണ്. മസ്ജിദുൽ ഹറാം ഞങ്ങൾ പരിപാലിക്കുന്നു. ഇവിടെ വരുന്ന ഹാജിമാർക്ക് ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഹാജിമാർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, വിശ്വസിച്ച് അതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്ത് സ്വന്തം നാടും വീടും വിട്ട് പാലായനം ചെയ്ത് ഹിജറ വന്ന് അവനവന്റെ മുതല് കൊണ്ട് ജിഹാദ് ചെയ്ത് ശരീരം കൊണ്ട് ധർമ്മസമരം നടത്തി ഇങ്ങനെയുള്ള ഒരാളും നിങ്ങൾ ഈ കേവലം ഈ പറഞ്ഞ നന്മകൾ ചെയ്യുന്നവരും സമാണോ? മനസ്സിലായിട്ട് പറഞ്ഞേ. നാട്ടില് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കും, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പലതും നടക്കും. പക്ഷെ അല്ലാഹു പറയുന്നത് അങ്ങനെ ചില ആൾക്കാർ നടത്തുന്നു, പക്ഷെ അവരെ മുതല് എന്തല്ല, അഫൂം ആഫിയത്തുള്ള മുതലല്ല.
അവര് മുതലാളിമാരാണ്, മുതലുള്ള ആൾക്കാരാണ്, മുതലാളിമാരാണ്. പക്ഷെ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങളൊക്കെ ഒരു നടത്തുന്നുണ്ട്. പക്ഷെ ആ മുതലുകളൊന്നും എന്തല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മുതലൊന്നുമല്ല. അതിലൊക്കെ കുറെ ചൂഷണവും ചതിയും ഒരുപാട് ആൾക്കാരെ കണ്ണീരൊക്കെ ഉള്ള മുതലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കണത്, അങ്ങനെയുള്ള മുതൽ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കുറെ ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെ കുറെ ചെയ്തില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്നാൽ അതും സൂക്ഷ്മത പാലിച്ച് കൃത്യമായി മുതൽ സമ്പാദിച്ച് അതിൽ നിന്ന് ഇത്ര ഒന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും അത് ആ നിസ്കാരം കൃത്യമായി നിർവഹിച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് വിശ്വാസം സ്വീകരിച്ച് അങ്ങനെ മുതലിന്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ പോലെ വേണമെങ്കിൽ ഇവർക്ക് നിങ്ങളെക്കാൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ സൂക്ഷ്മത പാലിച്ച് ഉണ്ടാക്കി മുതലുണ്ടാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് രണ്ടും ഒരുപോലെ ആകുമെന്ന് അള്ളാഹ് ചോദിക്കണത്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള സൂറത്ത് തൗബയാണ്. സൂറത്ത് തൗബ മറച്ചോളൂ. സൂറത്ത് തൗബയിലെ 18-ാമത്തെ ആയത്ത് മുതൽ, സൂറത്ത് തൗബയിലെ 9-ാം അധ്യായം അതിലെ 18-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെ വായിക്കാം. 18 മുതൽ 22 വരെ. വായിച്ചോളി. 18-ാമത്തെ ആയത്ത് മുതൽ ഓതിക്കോളൂ. പറഞ്ഞ ആശയങ്ങളാണ് ഈ ആയത്തിൽ കാണുന്നത്. ശ്രദ്ധിക്കാം. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് ഇവർ മാത്രമാണ്. ഇത് വലിയൊരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അള്ളാഹിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് ഈ താഴെ പറയുന്ന ആൾക്കാർ മാത്രം. ഇന്നമാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തീർച്ചയായും മാത്രമാണ്. വേറൊരാളെയും പറ്റൂല പള്ളി പരിപാലനത്തിന്. അതാരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നല്ല വിശ്വാസം ഉണ്ടാകണം. അന്ത്യദിനത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക്, അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് പല കൃത്രിമത്വം കാണിക്കാൻ കഴിയും. പക്ഷെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവനെ എന്ത് ചെയ്യൂല? കൃത്രിമം കാണിക്കൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കേണ്ടത് പള്ളി പരിപാലനമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ മാത്രമാണ്.
നിസ്കാരം അതിനെ കൃത്യത്തിന് മുറ പോലെ നിർവഹിക്കുന്ന ആൾക്കാരാണ്. പള്ളിക്കല് കൃത്യം ജമാഅത്തിന് വരാത്തവര് പള്ളി കമ്മിറ്റി മീറ്റിംഗിൽ വെറുതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. പള്ളി കമ്മിറ്റി ഉണ്ടായിട്ട് കാര്യമില്ല. പള്ളി പരിപാലിക്കുന്ന ആളുകൾ കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളുകളെ എന്താക്കാൻ പാടുള്ളൂ. അവന് ചിലപ്പോൾ സ്വത്തും മുതലും പിന്നെ ഒന്നും ഉണ്ടാവില്ല, സാധുവായിരിക്കും. അവനാണ് പള്ളിയുടെ പ്രസിഡന്റ് ആക്കേണ്ടത്, സെക്രട്ടറി ആക്കേണ്ടത്. മനസ്സിലെ? അതല്ലാതെ നാട്ടിൽ വലിയൊരാളെ പിടിച്ച്, പൈസയുള്ള ഒരാളെ പിടിച്ച്, വലിയ മുതലുള്ള ഒരാളെ പിടിച്ചും കണ്ട് പള്ളി എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോണ്ടേ, പള്ളിക്കല് മൂലർക്ക് ശമ്പളം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞും കണ്ട് പള്ളി കരണ്ടിന്റെ പൈസ അടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പണക്കാരനെ പിടിച്ചിട്ട് മൊരാക്ക് ആക്കല്ല വേണ്ട. അയാളെ ആക്കാം, പക്ഷെ അയാൾ ആരാവണം? അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളാവണം. അതുപോലെ തന്നെ എന്താവണം? നിസ്കാരം കൃത്യമായി അതിന് മുറ പോലെ നിസ്കരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അക്കാമസ്വല നിസ്കരിക്കണമെന്നല്ല, നിസ്കാരം മുറ പോലെ നിലനിർത്തുന്നവൻ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവുക മലയാളത്തിൽ. നമസ്കാരം അതിന്റെ മുറ പോലെ നിലനിർത്തുന്നവരായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത്. കൃത്യമായി സാമ്പത്തിക വിശുദ്ധി വരുത്തുന്നവരായിരിക്കണം, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. അല്ലാഹനല്ലാതെ ഒരു പടപ്പിനെയും പേടിക്കാത്തവനെ പള്ളി പരിപാലിക്കാൻ പറ്റും. വലം യക്ഷ ഇല്ല, അന്നല്ലാത്ത ഒരാളെ പേടിക്കാൻ പാടില്ല. കാരണം നാട്ടുകാരെ പേടിച്ച ജനങ്ങളെ പേടിച്ചാലും പലതും അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും, പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പള്ളി പരിപാലിക്കുന്ന ആളുകൾ ഉണ്ടാകേണ്ട ഗുണമാണ് അല്ലാഹനല്ലാതെ വേറെ ആരും പേടിക്കാത്തവനായിരിക്കണം. ഇങ്ങനെ കണ്ടാൽ എന്താ ഗുണം എന്നറിയാം. ഇതിന് അള്ളാഹ് അത്രയും ശക്തിയിൽ പറയുന്നത് മുഹ്തദീങ്ങളിൽ ഉൾപ്പെട്ടവരായേക്കാം, സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ യഥാർത്ഥ വഴി സ്വീകരിച്ച് ജീവിച്ചു മരിച്ചു പോകുന്ന ആൾക്കാർ അവർ നേരെ സ്വർഗത്തിലേക്കായിരിക്കും. അതാണ് മുഹ്തദി എന്ന് പറഞ്ഞാൽ. മുഹ്തദി എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം സ്വീകരിച്ച് ജീവിച്ചു മരിച്ചു പോകുന്ന ആൾക്കാർ. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, അത് മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ പള്ളി പരിപാലിക്കുന്നവരാണ്, പിന്നെ ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണോലെന്നൊക്കെ പറഞ്ഞതില്ലേ. പക്ഷെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഏത് വലിയ ലോകത്തെ ഏറ്റവും വലിയ പള്ളി ഏതാ? ഇന്നും ലോകത്തെ ഏറ്റവും വലിയ പള്ളി ഏതാ? ലോകത്തെ ഏറ്റവും വലിയ മസ്ജിദുൽ ഹറാമാണ്. അതിന്റെ പകുതിയോളം വലിപ്പമുള്ള പള്ളി പോലും ഇല്ല മസ്ജിദുൽ ഹറാമിനോളം. ആ മസ്ജിദുൽ ഹറാം പിന്നെ പരിപാലിച്ച ആൾക്കാരോടാണ് അള്ളാഹ് പറയണത്. ഇനി വായിച്ചു നിങ്ങൾ സമമാക്കുകയാണോ സക്കായത്തുൽ ഹാജി, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നു എന്നത്, ഇമാറത്തുൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്നു എന്നതൊക്കെ കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആൾക്കാരെ പ്രവർത്തനം പോലെയാണ് അവരുടെ പ്രവർത്തനം. കണ്ടാ? വജാഹദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ജിഹാദ് ചെയ്തോലാണ്. ലാ യസ്തവൂന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ഒരു സമാവുല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ അല്ലാഹു ഹിദായത്തിലാക്കൂല. ലാലിമീൻ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളാണ്. ലാലിമീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ, ഈ ദുൽമ ഷിർക്കാക്കുന്ന ദുൽമ ചെയ്യുന്ന ആൾക്കാരെ അല്ലാഹു ഒരിക്കലും എന്താക്കൂല, ഹിദായത്തിലാക്കൂല. അപ്പൊ വലിയ പള്ളിയാണ്, എന്നിട്ട് ആ പള്ളിന്റെ കൂടെ ഒരു ജാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ തൊടുവിലൊരു ജാറുണ്ട്. ആ പള്ളിയിൽ എല്ലാ ഷിർക്കും ഇതൊന്നും നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പറയാ, എന്ത് നാട്ടിലെ ഏറ്റവും വലിയ പള്ളി കൊണ്ടുനടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ, പള്ളി പരിപാലിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലാതെ മസ്ജിദുൽ ഹറാം എന്നെ പരിപാലിച്ചിട്ട് കാര്യമില്ല. എന്ത് വേണം? അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കുള്ള വിശ്വാസം വേണം. അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും കഴിയണം. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇനി അടുത്ത ആയത്ത്. ആരാണ്? അല്ലദീന ആമനു, വിശ്വാസികൾ, വഹാജറു, അവർ ഹിജറ വന്നു, വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ അവർ ധർമ്മസമരം നടത്തി. എന്തുകൊണ്ട്? ബിഅംവാലിഹിം, അവരെ മുതൽ കൊണ്ട്. കണ്ട? വഅൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരം കൊണ്ടും അവർ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി. എല്ലാവർക്കും ഒരേ ദർജ അല്ല, എല്ലാവർക്കും ഒരേ ദർജ അല്ല. അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദർജ ഇപ്പറഞ്ഞ ആൾക്കാർക്കാണ്. അവർ തന്നെയാണ് വിജയിച്ച ആൾക്കാർ. അപ്പൊ എല്ലാം ശരിയാവാം. അതാണ്, ഏതെങ്കിലും ഒന്ന് അതിന്റെ അടിയിൽ നിന്ന് പോയാൽ ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാള് നിസ്കാരണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷെ അയാളെ മുതല് അയാള് ശരിയാക്കിയിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല. നോക്കി നിങ്ങൾ ആ മുതല് വിട്ട് വന്ന ഹിജറി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് കിട്ടുന്ന ആഫിയങ്ങൾ നോക്കി, അതുകൊണ്ട് കിട്ടുന്ന ആഫിയത്ത് നോക്കി. ഈ ആയത്തിൽ നമ്മൾ പറയണത്, അടുത്ത ആയത്ത് നോക്കി, യുബശ്ശിറുഹും, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കാം.
റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വരിദ്വാനിൻ. കണ്ട, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യമുണ്ട്, മാത്രമല്ല അല്ലാഹുവിന്റെ റിദ്വാന് പ്രീതിയും അവർക്കുണ്ട്. വജന്നാത്തിൻ ലഹും, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഫിഹാ നഈമുൻ മുഖീം, അവിടെ ശാശ്വതമായ സുഖാനുഭവങ്ങളാണുള്ളത്. സ്വർഗ്ഗത്തിലുള്ളത് എന്താണ്? നഈമുൻ മുഖീമാണ്, ശാശ്വതമായ സുഖാനുഭവങ്ങളാണ്. ദുനിയാവിലെ ഒരു സുഖിക്കുന്ന ആൾക്കും മുഖീമല്ല, ദുനിയാവിലെ ഒരു നഈമും മുഖീമല്ല, ഒരു സുഖാനുഭവങ്ങളും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. നഈമും മുഖീം ഏതാണ്? എന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സുഖാനുഭവം എവിടെ മാത്രമാണ്? സ്വർഗത്തിൽ മാത്രമാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ ആയത്തിൽ നമ്മള് അഫ്വും കണ്ട് ആഫിയത്തും കണ്ട്. എന്താ അഫ്വ്? സന്തോഷ വാർത്ത, നിർമ്മാണ സന്തോഷ വാർത്ത. അള്ളാഹിന്റെ പ്രത്യേകമായ റഹ്മത്ത് കിട്ടും. ആ റഹ്മത്താണ് അള്ളാഹുവിന്റെ അഫ്വ്. കാരണം അള്ളാഹു മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ, അള്ളാഹ് റഹ്മത്തിന്റെ ഭാഗമാണ് അള്ളാഹിന്റെ അഫ്വ്. മനസ്സിലായില്ലേ? വരിദ്വാൻ, അള്ളാഹിന്റെ തൃപ്തിയും. അപ്പൊ അത് കിട്ടി. അവരുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്തു, ആ മാപ്പാക്കി കൊടുത്തു, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ആഫിയത്ത് ഇവിടെ എന്താണ്? സ്വർഗപ്രവേശനമാണ് ആഫിയത്ത്, അല്ലെ? ആ സ്വർഗപ്രവേശനം അവന് കിട്ടി. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിലെന്നും നിത്യവാസികളായിരിക്കും. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ് മഹത്തായ പ്രതിഫലം. അപ്പം എല്ലാം ശരിയാവണം, അതിന്റെ കൂട്ടത്തിൽ അവനവന്റെ മുതലും ശരിയാവണം എന്നതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ചില ആളുകൾ പിന്നെ അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ അത്ഭുതം കാണിക്കുന്ന, ആശ്ചര്യപ്പെടുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ആളുകൾ അത്ഭുതപ്പെടൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വൈക്ക് പോവാണ്, വൈക്ക് ഇങ്ങനെ പോകുമ്പോൾ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു പെര കണ്ടു. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഒരു ആശ്ചര്യം നമുക്ക് തോന്നി, പിന്നെ ഒരു അത്ഭുതം തോന്നി. അതാണ് ആ പെരന്റെ ഒരു വലിപ്പം. ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് പിന്നെ ഏക്കറക്കണക്കിന് ഭൂമിയും ഒരുപാട് സ്വത്തും മുതലൊക്കെ ഉള്ള ഒരാളെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. ഇല്ലാത്തൊരു അയാൾ എന്താണ് അയാളെ ഭാഗ്യം, അയാൾ ആരായിരുന്നു, ഇപ്പൊ എന്താണ് അയാളുടെ അവസ്ഥ, എത്രയാണ് സ്വത്ത്, എത്രയാണ് വരുമാനം. ഇങ്ങനെ പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നുന്ന പല വിഷയങ്ങളും വരുന്ന മുതലിന്റെ കാര്യത്തിലാണ്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെക്കാൾ ഒരു ആരോഗ്യമുള്ള ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നൂല, വല്ലാത്ത അത്ഭുതമൊന്നും തോന്നൂല. അല്ലെങ്കിൽ നമ്മളെക്കാൾ വിവരമുള്ള ഒരാളെ കാണും, നമ്മളെക്കാൾ പിന്നെ പഠിച്ച ഒരാളെ കാണുമ്പോഴൊന്നും ചിലപ്പോൾ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷെ പല ആൾക്കാരും അത്ഭുതം കാണിക്കുന്നത്, ആശ്ചര്യം കാണിക്കുന്നത് മുതലിന്റെ വിഷയത്തിലാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എങ്കിൽ ആ വിഷയത്തിൽ എന്താണ് ഖുർആൻ പറയുന്നത്? ഇതേ സൂറത്ത് മറിക്കണ്ട, പിന്നെ സൂറത്ത് ഹജ്ജ്, ഇതേ സൂറത്തിൽ തന്നെ 54 മുതൽ 57 വരെയുള്ള ആയത്ത്, 54 മുതൽ 57 വരെ. ഇതേ സൂറത്ത് 54 മുതൽ 57 വരെ തൗബ. ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون لو يجدون ملجأ أو مغارات أو مدخلا لولوا إليه وهم
വിശ്വാസം ശരിക്കും ഉറച്ചിട്ടില്ലാത്ത ആൾക്കാർ പേരിനെ ഞങ്ങൾ മുസ്ലിമീങ്ങളാന്ന് പറയും. ശ്രദ്ധിക്കണേ, പേരിന് മുസ്ലിമീങ്ങളാന്ന് പറയും. ഈ പേരിന് മുസ്ലിമീങ്ങളാന്ന് പറയുന്ന ആളുകളെ വളരെയധികം ശക്തമായ ചില പ്രയോഗങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല പിന്നെ പരാമർശിച്ചിട്ടുള്ളത്. കാരണം ഒരാള് മുസ്ലിമായി മാറിയാൽ അയാൾ പിന്നെ മുസ്ലിമായിട്ട് ജീവിക്കണം തന്നെ. ഇപ്പൊ നിങ്ങൾ നോക്കി, ലോകത്ത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആ മുസ്ലിമീങ്ങളല്ല, പിന്നെ ആരാ? മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഏത് കാലത്തും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നാമമാത്രമായ മുസ്ലിമീങ്ങളാണ്. അവര് പേരിന് മുസ്ലിമീങ്ങളാണ്, പക്ഷെ അവർ ഇസ്ലാമിനും മതത്തിനും ഒന്നും ഒരു പ്രയോജനം ഇസ്ലാം കൊണ്ടില്ല. ഇത്തരം ആളുകളെ അല്ലാഹു കാഫിർ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അത്തരം ആളുകളെ കാഫിരീങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്ന കാര്യം നോക്കി, വമാ മനഅഹും, ആയത്തിൽ ശ്രദ്ധിക്കണം, അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വ ബിറസൂലിഹി. അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു എന്നതും അവിശ്വസിച്ചിരിക്കുന്നു എന്നതും. അപ്പൊ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഓന് ഇസ്ലാം അല്ലാത്ത ആളാന്ന് വിചാരിക്കണ്ട. ഇസ്ലാം പെട്ട ആൾക്കാരെ തന്നെയാണ് ഈ അവിശ്വസിച്ചിരിക്കുന്നു കാഫിർ എന്ന് പറഞ്ഞത്. അത് ശേഷം വായിക്കുമ്പോ കിട്ടും. അല്ലാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു എന്നതും വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ, നമസ്കാരത്തിന് മടിയന്മാരായി കൊണ്ടല്ലാതെ വരികയില്ല എന്നതും. അപ്പൊ ആരാ? മുസ്ലിമീങ്ങൾ തന്നെയാണ്. അല്ലാഹുവിലും റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു എന്നതും വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ, നിസ്കരിക്കാൻ വരുമ്പോൾ മടിയന്മാരായി കൊണ്ടല്ലാതെ ഒരു നിസ്കരിക്കാൻ വരൂല എന്നതും. കണ്ടില്ലേ? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവരുടെ പക്കലുള്ള മുതല് അവര് പിന്നെ വെറുപ്പോടുകൂടിയല്ലാതെ ദാനം ചെയ്യുകയില്ല എന്നതും. അവിടെ ദാനം സ്വതക്ക അല്ലാഹു സ്വീകരിക്കാതിരിക്കണം തടസ്സാണ്. എങ്ങനെ? ഭയങ്കര വിഷയാണ്. സ്വതക്ക അല്ലാഹു സ്വീകരിക്കൂലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ചില മുതലുള്ള ആളുകളുടെ അല്ലാഹു സ്വീകരിക്കൂല. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരെ മുതൽ അവർ ചിലവഴിക്കുന്നു, പക്ഷെ അല്ലാഹു അത് കബൂൽ ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണം ആയത്ത്. ഈ കബൂൽ ചെയ്യാതിരിക്കാനുള്ള തടസ്സം എന്താണ്? വമാ മനഅഹും, മനസ്സിലായി? നമ്മളിപ്പോ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് ആര് കബൂൽ ചെയ്യും? അല്ലാഹു കബൂൽ ചെയ്യും. ഇത് അല്ലാഹു കബൂൽ ചെയ്യൂല. നിഫാഖുള്ള ആളുകൾ അവരെ മുതൽ കൊടുത്താൽ പടച്ചോൻ കബൂൽ ചെയ്യൂല. ആ കബൂൽ ചെയ്യാത്തതിന്റെ കാരണം പറഞ്ഞ് നിസ്കരിക്കാൻ വരുമ്പോ ഒരു മടിയന്മാരാണ്. മനസ്സിലായില്ലേ? അല്ലാഹുവിലും റസൂലും അവർക്ക് ശരിക്കും വിശ്വാസമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ അല്ലാഹുവും റസൂലും പറഞ്ഞ കാര്യത്തിൽ സംശയിക്കൂല. ഈ പറഞ്ഞ കാര്യം ഒരു ചെയ്യാതിരിക്കൂല. ഇതന്നെയാണ് ഒരു ചിലവഴിക്കുന്നത്, അവർ കൊടുക്കുന്ന സ്വതക്ക. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, ആ നഫഖാത്താണ് ചിലവഴിക്കുന്ന സംഗതികൾ. അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. മനസ്സിലെ പറഞ്ഞേ. അപ്പൊ എത്ര മുതൽ കൊടുത്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ദുനിയാവിൽ പേരും പ്രശസ്തി കിട്ടും. ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലോഗർ വേണം. അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് വ്യാപകമാകണം. ചെയ്തതൊക്കെ ആൾക്കാർ അറിയണം, അല്ലെ? മുതലുള്ളവരുടെ ഒരു വരുന്നത് ആൾക്കാരറിയണം, പോണത് ആൾക്കാരറിയണം, ഒരു ചെയ്യണത് ആൾക്കാരറിയണം. ഇതിനൊക്കെ അവിടെ ഒരു വരുന്നിടത്തും പോണിടത്തൊക്കെ ഈ ബ്ലോഗർമാരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് ഓർക്കും ഒരു പ്രശംസ, ഒരു പ്രചരണം കിട്ടുക. കൂടുതൽ കൈയിട്ട് ഞാൻ എന്റെ ആളെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് മറ്റേ ആൾക്കാരെ ഫോട്ടത്തിൽ എടുത്തത് ഇവർക്കും കിട്ടണം, ഒരു പേരും പ്രശസ്തിയും. അങ്ങനെ യൂട്യൂബ് കൂടെ ഇവർക്ക് വരുമാനം ഉണ്ടാക്കണം. ഇവർക്ക് പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ വേണം. കണ്ട ഇങ്ങനെ കുറെ ചെലവാക്കിയിട്ടും പ്രകടത കാണിച്ചിട്ടും കാര്യമില്ല. പടച്ചോൻ ആ കൊടുക്കുന്നത് കബൂൽ ചെയ്യൂല.
മനസ്സിലായില്ലേ? ഞങ്ങൾ വയനാട്ടിൽ ഇത്ര പേരുണ്ടാക്കി കൊടുത്ത്, മറ്റോടത്ത് ഇത്ര പേരുണ്ടാക്കി കൊടുത്ത്, ഇത്ര ആൾക്കാർക്ക് ഇന്ന കാര്യം ചെയ്തു കൊടുത്ത്, വീടുണ്ടാക്കി കൊടുത്ത്, അത് ഉണ്ടാക്കി കൊടുത്ത്, ഇതുണ്ടാക്കി കൊടുത്ത്, എന്നിട്ട് എന്താണ് ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ പ്രചരിപ്പിക്കുക, ഫേസ്ബുക്കിൽ ഇടുക, അത് പിന്നെ യൂട്യൂബിൽ പ്രചരിപ്പിക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നും ആ കൊടുത്തതിന്റെ ഒന്നും കിട്ടൂലാന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്താന്നറിയാം പറയണത്, നമ്മള് ഇതിന്റെ എല്ലാ വക്കും മൂല്യം പറഞ്ഞെടുത്ത് പറയാൻ, ഇതിന്റെ ഓരോ വക്കും മൂല്യം എടുത്ത് പറയാം. ഇനി നമ്മളും തന്നെ നമുക്ക് നിസ്കാരം നോമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മക്ക് വരെ എന്താ തോന്നാറിയുന്നത്, ഈ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഉള്ളവർക്ക് കാണുമ്പോ ഭയങ്കര അത്ഭുതം തോന്നും, ഒരു ഭയങ്കര ഒരു ആശ്ചര്യം കാര്യങ്ങൾ തോന്നും. അടുത്ത ആയത്ത് വായിക്കും. ഫലാ തുഅ്ജിബുക, നിന്നെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ. കണ്ടാ, ഫലാ തുഅ്ജിബുക, നിന്നെ ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ. അംവാലുഹും വലാ ഔലാദുഹും, അവരെ മുതലുകളാകട്ടെ മക്കളാകട്ടെ നിന്നെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ. എന്തിനാണ് ഇതിന്റെ ആവശ്യം? വേറൊരാളെ മുതല് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം കൂറണ്ട, ആശ്ചര്യപ്പെടണ്ട, ഓനക്ക് അത്രണ്ട് ഇത്രണ്ട് അങ്ങനെ പറയണ്ട. ഇന്നമാ യുരീദുല്ലാഹു, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നത് ലിയുഅദ്ദിബഹും ബിഹാ, ആ മുതല് കൊണ്ട് അവരെ ശിക്ഷിക്കാനാണ്. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തും, വനസഹക അൻഫുസുഹും, അവരുടെ ജീവൻ നാശമടയണമെന്നുമാണ്. വഹും കാഫിറൂൻ, അവർ സത്യനിഷേധികളായിരിക്കെ തന്നെ. എങ്ങനെ? കാഫിറായിട്ട് തന്നെ ഒരു മരണം മരിച്ചു പോണം, നാശമടയണം. ഈ ലോകത്തിന്റെ അതിലും വലിയ ശിക്ഷ വേറെ എന്താ? ഈ മുതലുകൊണ്ട് അവർക്ക് കിട്ടാൻ പോണത് ശിക്ഷയാണ്. ദുനിയാവിൽ ഹയാത്തി ദുനിയ എന്നാ പറഞ്ഞത്, ദുനിയാവിൽ തന്നെയാണ് കിട്ടാൻ പോണത്. അപ്പൊ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തരങ്ങൾ അവനാന്റെ മുതലോണ്ട് ആഫും ആഫിയത്തും കിട്ടല. അവനാന്റെ മുതലുകൊണ്ട് ദുനിയാവിലുള്ള തിന്മകളൊക്കെ പൊറുക്കപ്പെടുന്ന മാപ്പ് കിട്ടണം, അതിലൂടെ ആഫിയത്താകുന്ന സ്വർഗപ്രവേശനം കിട്ടണം. ഇത് രണ്ടും കിട്ടാത്ത മുതലാണ് ഇവരെ മുതല്. ആഫിയത്തും ആഫും ഇല്ലാത്തതിന്റെ മുതല് കണ്ടിട്ട് ആശ്ചര്യപ്പെടണ്ട. എന്താ പറഞ്ഞേ? അഫും ആഫിയത്തും ഇല്ലാത്തവന്റെ മുതല് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? അത്ഭുതപ്പെടണ്ട, ആശ്ചര്യപ്പെടണ്ട. വയഹ്ലിഫൂന ബില്ലാഹി, അല്ലാഹനെ കൊണ്ട് അവർ സത്യം ചെയ്യും. എന്താ സത്യം ചെയ്യാ? ഇന്നഹും ലമിൻകും, നമ്മളൊക്കെ ഒന്ന് തന്നെയാണെന്ന് ഒരു പറയും. ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ പെട്ട ആൾക്കാരെന്ന് ഒരു പറയാം, ഞങ്ങൾ മുസ്ലിമീങ്ങളാന്ന് ഒരു പറയും. വമാഹും മിൻകും എന്നാ മനസ്സിലാക്കിക്കോളി, നിങ്ങളെ കൂട്ടത്തിൽ പെട്ടവരല്ല ഒരു. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, പേടിച്ച് കഴിയുന്ന ഒരു ജനവിഭാഗമാണ്. എന്താ പറഞ്ഞത്? അവര് പേടിച്ച് കഴിയുന്ന ഒരു ജനവിഭാഗമാണ്. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, അവർ പേടിച്ച് കഴിയുന്ന ഒരു ജനവിഭാഗമാണ്. ഒരു സമാധാനം ആ മുതലോട് ഒരിക്കലും മുതലില് ആഫും ആഫിയത്തുള്ളവന് സമാധാനപരമായിട്ട് കിടന്നുറങ്ങും. കാരണം ഓന്റെ മുതലിൽ ഹറാമൊന്നുമില്ല, ഓന് പേടിക്കാനില്ല, ഓനൊരു ബേജാറുമില്ല. മനസ്സിലേ? തോനുണ്ട്, നല്ലോണുണ്ട്, പക്ഷെ ഉള്ളത് മുഴുവനും ആഫിയത്തുള്ള മുതലാ. സുഖമായിട്ട് കിടന്നുറങ്ങാം, ശരീരത്തിന് നല്ല ആഫിയത്ത് ഉണ്ടാകും, മനസ്സിന് ആഫിയത്ത് ഉണ്ടാകും. എന്നാൽ ഈ പറഞ്ഞ വിഭാഗം ആളുകൾ പേടിച്ച് കഴിയുന്നവരാണ്. അള്ളാഹ് പറഞ്ഞ വാക്ക് നോക്കി, എന്നിട്ട് ഓലെ കളിയാക്കണം. അടുത്ത ആയത്ത് എന്താണ്? ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഊൻ. ഹാന ഐനല്ല, യജ്മഊൻ. വല്ല അഭയസ്ഥാനമോ വല്ല ഗുഹകളോ കടന്നുകൂടാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമോ അവർ കണ്ടെത്തുകയാണെങ്കിൽ കുതറിച്ചാടിക്കൊണ്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു അഭയസ്ഥാനം കിട്ടിയാല്, ഒരു ഗുഹ കിട്ടിയാല്, ഒരു പിന്നെ വേറെ ഏതെങ്കിലും ഒരു കടന്നുകൂടാൻ പറ്റി വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടിയാല് ഓല് കുതറിച്ചാടി അങ്ങോട്ട് പോകുന്നു. എന്താ അതിന്റെ അർത്ഥം? വേറെ എന്തെങ്കിലും ഒരു മാർഗം ഓൽക്ക് വേറെ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ അവരത് തേടി പോകുന്ന പറഞ്ഞ ഭയപ്പാട് തീർക്കാൻ വേണ്ടി.
എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മുതൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ അള്ളാഹു പരിഹസിക്കുക, അള്ളാഹു കളിയാക്കി പറയണം. ഇത് ഏതാ മുതല്? അഫും ആഫിയത്തും ഇല്ലാത്ത മുതലാണ്. അതുകൊണ്ട് നമുക്ക് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കഴിയണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? عفو والعافية في الدنيا والآخرة اللهم إنا عفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. ഇനി ഈ സൂറത്തിലെ 103-ാമത്തെ ആയത്ത് കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഇതേ സൂറത്തിലെ 103, തൗബയെ തന്നെ 103. വായിച്ചോളൂ. അപ്പൊ നമ്മള് പിന്നെ മുതലിന്റെ അഫുവും ആഫിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ആൾക്ക് ഇപ്പൊ നമ്മള് ഒരാളെ ശരിക്ക് അയാളോട് ആത്മാർത്ഥമായി നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായി സത്യസന്ധമായി നമുക്ക് ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയാം? എന്താ ചെയ്യേണ്ടി? അയാൾക്ക് പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ കാര്യം അയാൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, അല്ലെ? അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മളോട് ഒരാളിങ്ങനെ, നമ്മളിപ്പോ ഒരു ജമാഅത്തിന് വന്നില്ല, അല്ലെങ്കിൽ പള്ളിക്ക് കാണില്ല, ഖുർആൻ ക്ലാസ്സിന് കാണില്ല, അപ്പൊ നമ്മൾ ചോദിക്കണം, അല്ല അന്നത്തെ ഖുർആൻ ക്ലാസ്സിന് കാണാത്ത, അങ്ങനെ ഒരാൾ ഇടക്കിടക്ക് ചോദിക്കും വിചാരിച്ചോളി. അപ്പൊ നമുക്ക് വലിയൊരു ഖുർആൻ പഠി, ഈ ചോദിക്കുന്നവരെ പറ്റിയിട്ട് ഒരു മോശമായ ധാരണ നമ്മളെ മനസ്സിൽ വരും. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു പരാമർശം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തിനാ പിന്നെ എങ്ങനെ വിളിക്കണേ, ഞാനോട് വരൂലേ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു പറയണെന്ന് അറിയോ? ഒരാൾക്ക് പരലോകം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന ഏതൊക്കെ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? പിടിച്ച് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ. ഇപ്പൊ ഇസ്ലാമിക ഭരണകൂടത്തിൽ പിന്നെ സക്കാത്ത് എന്താണ് ശരിക്കും? സക്കാത്ത് ഒരു മുതലിന്റെ ശുദ്ധീകരണമാണ്. സക്കാത്ത് കൊടുക്കാത്ത മുതലാണ് അഫും ആഫിയത്തും ഇല്ലാത്ത മുതലുകളിൽ ഒന്നാമത്തെ മുതൽ. ശുദ്ധീകരിക്കുക. അപ്പൊ എന്റെ മുതല് വേറുള്ളവര് ശുദ്ധീകരിക്കുക. എങ്ങനെ? എന്റെ സക്കാത്ത് കൂടി ചോദിച്ചു വാങ്ങാൻ, നിങ്ങളെ സക്കാത്തുകൾ ഇടിക്കുന്നതാണ് ചോദിച്ചു വാങ്ങാൻ. അതെന്ത് ചെയ്യണം? പിടിച്ചു വാങ്ങണം. എന്നിട്ട് ഇത് എന്തിനാണെന്ന് അറിയാം? അത് വെറുതെ ഈ ആളെ മാനം കെടുത്താനോ ഒന്നുമല്ല, മറിച്ച് അവന് വേണ്ടി സ്വർഗം കിട്ടണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊന്നും മരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകില്ല, നമുക്ക് പരലോകത്തേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടുന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനി വരാൻ പോണ ലോകത്തേക്കുള്ള നന്മകൾ ഓർമ്മപ്പെടുത്തുക. ഇതാണ് സക്കാത്തിന്റെ കാര്യത്തിൽ, മുതലിന്റെ കാര്യത്തിലുള്ള വിഷയം. ഒരാള് മുതല് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെത് നിർബന്ധപൂർവം വാങ്ങിയിട്ട് ശുദ്ധീകരിക്കണം. നിർബന്ധപൂർവം ആ മുതല് അഫും ആഫിയത്തുള്ള മുതലാക്കി മാറ്റണം എന്നാണ് പറഞ്ഞ അർത്ഥം. അതാണ് 103-ാമത്തെ ആയത്ത്. വായിച്ചോളി. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. خذ من أموالهم صدقة. അവരുടെ മുതലിൽ നിന്ന് നീ എന്ത് ചെയ്യണം? നീ അത് പിടിച്ചു വാങ്ങണം. അംവാലിഹിം സ്വതക്ക, സ്വതക്കാരൻ സക്കാത്താട്ട. സക്കാത്തിന് സ്വതക്ക എന്ന് പ്രയോഗിച്ച സ്ഥലമാണ് ഈ സ്ഥലം. അത് മനസ്സിലാക്കി വെക്കണം. ശരിക്ക് സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് സ്വതക്ക എന്ന് പറഞ്ഞ സക്കാത്ത് കൊടുത്തതിന് ശേഷമുള്ള അത് സമ്പത്താണ് സ്വതക്ക. ഇവിടെ സക്കാത്തിന് സ്വതക്ക എന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ സ്വതക്ക പറഞ്ഞാൽ ഐച്ഛിക ദാനമല്ല, മറിച്ച് എന്താണ്? സക്കാത്താണ്. കാരണം സ്വതക്ക ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പിടിച്ചു വാങ്ങാൻ പാടില്ല. ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക. എന്തിനാണത്? തുതഹിറുഹും വതുസക്കീഹിം. അവരെ ശുദ്ധീകരിക്കാനാണ്.
കണ്ട, അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. ആ ശുദ്ധീകരണവും സംസ്കരണവുമാണ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അഫുവും ആഫിയത്തും. എന്നിട്ട് പറയാണ് വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇന്ന സ്വലാത്തക സക്കനൻ ലഹും, നിന്റെ പ്രാർത്ഥന അവർക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ഇന്ന സ്വലാത്തക സക്കനൻ ലഹും, നിന്റെ പ്രാർത്ഥന അവർക്കൊരു സമാധാനമാണ്, ശാന്തിയാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ നമ്മള് ഇത് ചെയ്താൽ മാത്രം പോരാ, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പരലോകത്ത് രക്ഷ ലഭിക്കണം. ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ അതുകൊണ്ട് മുഴുവനും പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മള് സെന്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ക്ലാസ്സുകൾ ആരും മിസ്സാക്കരുത്. നമുക്ക് നമ്മുടെ വിശ്വാസവും കർമ്മവും ഒക്കെ നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടും. അപ്പൊ അതുകൊണ്ട് സെന്ററിൽ നടക്കുന്ന ക്ലാസ് ഇപ്പം സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ക്ലാസ്സാണ്. അതിൽ വരുന്ന പിന്നെ സൗജ് അസ്വാജ് എന്ന് പറയുന്ന വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഖുർആനിലെ ചില ദൃഷ്ടാന്തങ്ങൾ, ചില കാര്യങ്ങൾ അല്ലാഹു ദൃഷ്ടാന്തമാക്കി വെച്ചിട്ടുണ്ട്, പാഠങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് എണ്ണി അല്ലാഹു പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാതെ അറിയാതെ പോവാണ്. അത് കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് സെന്ററിലെ ക്ലാസ് ആരും മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് നമുക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കാനുള്ള ക്ലാസ്സുകളാണ്. അതൊക്കെ ഒരു അരമണിക്കൂർ